ഖാൻ സാറിന്റെ കഥ മാറ്റിയത് രണ്ടുറ്റ സുഹൃത്തുക്കൾ. ദേവ, ദൂരെ ദൂരെ ആ ദേശത്ത് ഇഴമുറിയാത്ത ആ സ്നേഹിതർക്ക് പോലും വേർപിരിയേണ്ടി വന്നു. നീ ഇനി ഒരിക്കലും ഇവിടെ കാലുകുത്തില്ലെന്ന് എനിക്ക് വാക്കതാ. നിനക്ക് വേണ്ടി വേട്ടമൃഗമാകാം, വേട്ടക്കാരനുമാകാം, നിനക്ക് വേണ്ടി മാത്രം. ദേവാ, അവൻ വണ്ടി തടഞ്ഞു. രാക്ഷസനാവത് വരുവാൻ നോക്കാം. ദേവരഥ, അവനും അവന്റെ അമ്മയ്ക്കും എനിക്കും ഈ സീലിനുമെല്ലാം തമ്മിൽ ഒരു ബന്ധമേ ഉള്ളൂ. ചില കഥകൾ ഉണ്ടെന്നറിഞ്ഞാൽ തന്നെ ഭയം തോന്നും. ആ സീൽ തടഞ്ഞു. അവന്റെ പേര് ദേവ. ആ നാടിനെ കുറിച്ച് കുട്ടിക്കാലത്ത് നീ കേട്ടിട്ടുണ്ട്. അയാൾ എന്തുകൊണ്ട് അവരുടെ റൂൾസ് തെറ്റിക്കാത്ത? And what is this? നീ പോയി അവനെ തീർത്ത് തലയെടുത്തുണ്ടോ? ആ സീല് തടഞ്ഞാ പിന്നെ എന്താ നടക്കുകയെന്ന് നിങ്ങൾക്കറിയില്ലേ? നമ്മൾ ഏതാറിനെ കൊണ്ടുവരുമോ? ഏത് ആർമി വരുമെന്ന് കാണാൻ ഞാനും കാത്തിരുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം താൻ കൊടുത്ത വാക്ക് പാലിക്കാൻ ജന്മനാട്ടിലേക്ക് അവൻ തിരിച്ചു വന്നു. എത്ര പേരുണ്ട് സാർ? ഒരാൾ. അവൻ എന്ത് ചെയ്യുന്ന? 25 പേരെ കൊന്നോളഞ്ഞത്ര. ശരിക്കും ഒരു ഭ്രാന്തനെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. സൂക്ഷിക്കണം സാർ. അകത്തേക്ക് പോയ ഒരാളും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അവരെ എതിർത്തിട്ട് ഒന്ന് മുറുകെ പിടിച്ചിരുന്നു. അവനല്ലാതെ മറ്റാർക്കും അതിനെ തടയാനാവില്ല. അവന്റെ കഥ കേൾക്കണോ? എപ്പോഴെങ്കിലും വേട്ടക്കാരെ വേട്ടയാടുന്നവനെ കണ്ടിട്ടുണ്ടോ നീ? പോയി എടുത്തിട്ട് വരാം. വാ. എന്റെ വരതയെ തൊടരുതെന്ന് പറഞ്ഞില്ലേ? ഒറ്റൊരുത്തനോ? അത് ഇവനോ? നിനക്ക് അവനെ അറിയില്ല. അവനിപ്പോ എവിടെയാണെന്ന് നിനക്ക് മാത്രമേ അറിയൂ. ഹീറോ ആണെന്ന ഇവന്റെ വിചാരം. There is nobody in India who can stop that scene. വേറെ ആരും വന്നിട്ടില്ലേ സാർ? വേറെ ആരും വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു കണക്കുകൂട്ടലിലും പെടാത്ത ഒരുത്തനെയും കൊണ്ടുവന്നത്. അങ്ങനെ അവനൊരു പേര് വിളിക്കില്ലായിരുന്നു. എന്റെ സ്ഥലം. കോട്ടകൾ കെട്ടുന്നത് ഭയം